ഈ വീഡിയോയിൽ നോക്കുന്നത് LDC 2007 പാലക്കാട് ജില്ലയിലെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളോടുകൂടി 2007 മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്രോണ ഏത് രാജ്യത്തിൻ്റെ നാണയമാണ്? നോർവേ. ബുദ്ധമത കൃതികളിൽ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? പാലി. ബുദ്ധമത കൃതികളെ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പാലി. പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം 1972 ഇബ്നു ബത്തൂത്ത ഏത് രാജാവിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിലെത്തിയ ആഫ്രിക്കൻ സഞ്ചാരിയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്താണ്. ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആരാണ്? കാർട്ടൂണിസ്റ്റ് ശങ്കർ. കാപ്പിച്ചെടിയുടെ ജന്മദേശം ഏതാണ്? മലേഷ്യ. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അൽമാട്ടി അണക്കെട്ട് ഏത് നദിയിൽ നിർമ്മിച്ചിരിക്കുന്നു? കൃഷ്ണ നദിയിൽ. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷയാണ് ഉറുദു. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 23 വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനമാണ്. അതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് ഏപ്രിൽ 23 പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ. ഭാരതരത്നം അവാർഡ് നേടിയ ആദ്യത്തെ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് കെപ്ലർ. എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. 35ാമത്തെ ചോദ്യം. ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. പയേറിയ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മോണ. ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആര്? ലൂവൻഹുക്ക്. ആൻഡൺ വാൻ ലൂവൻഹുക്ക്. ലോകത്തെ ഏറ്റവും മോശം സംവിധായകനുള്ള 27ാമത് ഗോൾഡൻ റോസ്ബെറി അവാർഡ് നേടിയ മലയാളി ശ്യാമളൻ. അന്നത്തെ കറണ്ട് അഫയർ ചോദ്യമാണിത്. 2006-2007 ജ്ഞാനപീഠ അവാർഡ് നേടിയ വിശ്വവിഖ്യാത കവിയാണ് റഹ്മാൻ റാഗി. 2023 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഉറുദു കവിയായ റാം ഭദ്രാചാര്യയാണ്. 79ാമത് ഓസ്കാർ അവാർഡ് നേടിയ അമേരിക്കൻ ചിത്രം ഏതാണ്? ദി ഡിപ്പാർട്ടഡ്. 95ാമത് 2023 95ാമത് ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയ്ക്കാണ് 2023 ഓസ്കാർ അവാർഡ് നേടിയത്. സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടാത്ത ഭാഗം ഏതാണ്? ജൈവ കണങ്ങളാണ്. കാറ്റിൻ്റെ വേഗം അളക്കുന്നതിനുള്ള ഉപകരണമാണ് അനിമോമീറ്റർ. 2006 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? 2023 നമുക്ക് പ്രസൻറ്റിലെ പഠിച്ചു വയ്ക്കാം. 2023 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവാണ് ബാരൻ പിയറി ഡി കുബർട്ടിൻ. AR രാജരാജവർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത സന്ദേശകാവ്യം ഏതാണ്? മേഘദൂതം. ഫിലാറ്റലി എന്താണ്? ഫിലാറ്റലി സ്റ്റാമ്പ് ശേഖരണത്തിനെയാണ് ഫിലാറ്റലി എന്ന് പറയുന്നത്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡാണ്. ദി ഗുഡ് എർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? പോൾ എസ് ബക്ക്. ലില്ലി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ്? ഇറ്റലിയുടെ ദേശീയ പുഷ്പമാണ് ലില്ലി. 2003 ഖേൽരത്ന അവാർഡ് നേടിയ മലയാളി താരം ആരാണ്? KM ബീനാമോള്. സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രത്തിൻ്റെ സംവിധായകനാണ് രാമു കാര്യാട്ട്. സിനിമ ചെമ്മീനാണ്. ഏത് രാജ്യത്തിൻ്റെ ദേശീയ കളിയാണ് ക്രിക്കറ്റ്? ഓസ്ട്രേലിയ. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ്? വിദ്യാവിലാസിനി. കേരളത്തിൻ്റെ സമുദ്രതീരം എത്ര കിലോമീറ്റർ ഉണ്ട്? 580 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം. പമ്പാ നദിയുടെ പതനസ്ഥാനം ഏതാണ്? പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പദവി അലങ്കരിക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപിൽ നിലവിൽ 36 ദ്വീപുകളാണുള്ളത്. കേരളത്തിൽ രാജ്യരക്ഷാ വകുപ്പിൻ്റെ കീഴിലുള്ള വിമാനത്താവളം ഏതാണ്? കൊച്ചി. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചിയിലാണ് കേരളത്തിലെ
ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് ആരുടെ ഭരണകാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ്. ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? FM സ്റ്റേഷനുകളിൽ പെടാത്തത് ഏതാണ്? എൻ്റെ കറക്റ്റ് ഉത്തരം കൊടുത്തിട്ടില്ല, ക്യാൻസലാക്കിയ ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? താരാപൂർ, മഹാരാഷ്ട്ര. താരാപൂർ മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. ആധുനിക അശോകൻ എന്ന ബഹുമതിക്ക് അർഹനായ തിരുവിതാംകൂർ മഹാരാജാവാണ് മാർത്താണ്ഡവർമ്മ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി 14. ഫ്യൂജിയാമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ജപ്പാൻ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഒന്നാം ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ബെൽഗ്രേഡ്. ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് കീവ്? ഉക്രൈൻ്റെ തലസ്ഥാനമാണ് കീവ്. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? 1969. വീഡിയോ കണ്ട എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.